Hi dears, it's me Adarsh from MS Solution. Makale, അപ്പോൾ എക്സാം ഒക്കെ എത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉറപ്പായിട്ട് നോക്കേണ്ടതുണ്ട്. കാരണം ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. കാരണം പാറ്റേൺസ് ഒക്കെ മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ സോഷ്യൽ സയൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും അതിൽ പാറ്റേണിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്നത് സമഗ്രയിൽ നോക്കുന്ന സമയത്താണ്. സമഗ്രയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മോഡലായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്ന ഒരു സമയത്ത് പലപ്പോഴും എന്താണ് അതിലെ പാറ്റേൺ അധികവും മാറിയിട്ടുണ്ട്, കുറേ മാറിയിട്ടുണ്ട്. അതിൽ പല പുതിയ ടൈപ്പ് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി ലെവല് കൂടുന്ന തരത്തിൽ, കുറച്ച് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന തരത്തിലുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്നല്ല, ക്വസ്റ്റ്യൻസ് പാറ്റേണുകൾ നമുക്ക് കൂടുതലായിട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് കേട്ടോ, നമ്മളൊന്നുകൂടി നിരീക്ഷിക്കുന്ന സമയത്ത്. അപ്പോൾ അത് നമുക്കൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മളത് ഒരിക്കലും വിട്ടുകളയരുത്. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല മക്കൾ, അതുകൊണ്ട് ടെൻഷൻ ആവും കാര്യമൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നിരീക്ഷിച്ച് തന്നെയാണ് നമ്മൾ പ്രഡിക്ഷൻ ലൈവായിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ രാത്രിയൊക്കെ വരുന്നതല്ല, ലൈവായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വരുന്നുണ്ട്, സോഷ്യലിൻ്റെ ലൈവായിട്ട് നമ്മൾ ഇന്ന് വരുന്നതായിട്ട് മക്കൾക്ക് അറിയാമല്ലോ, ഇന്ന് എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ കൃത്യമേറെക്ക് എന്ത് ചെയ്യണം, മക്കൾ എന്ത് ചെയ്യുക, ലൈവിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പലതരത്തിലുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രഡിക്ഷനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് പരീക്ഷ പോയിട്ട് എഴുതാൻ പറ്റും. വളരെ കൂളായിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലൊന്നും മക്കൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇത് കഴിയുമ്പോഴത്തേക്ക് മക്കൾക്കും എന്താവും, ഒരു ഊർജ്ജമൊക്കെ വരും. കാരണം ഇത് ഇത്രയല്ലേ ഉള്ളൂല്ലേ, കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എന്തായാലും ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാനും ഇപ്പോൾ തന്നെ MS സൊല്യൂഷനൊക്കെ ഇങ്ങനത്തെ ഒരു വീഡിയോ അടക്കം ചെയ്യാൻ ശ്രമിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകും. അധികം വലിച്ചിടുന്നൊന്നുമില്ല. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇറ്റലിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇറ്റലിയിലെ ഒരു കൊമേഴ്സ് സിറ്റി ഏതാണെന്ന് വെച്ചിട്ടുള്ളത്, വെറും കൊമേഴ്സ് സിറ്റി അല്ല, റിനൈസൻസ് ആർട്ടിന് ഏറ്റവും കൂടുതൽ ഷോക്കേസിങ് ചെയ്യുന്ന ഒരു സിറ്റിയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാ നോക്കിയോ, ചിത്രകല, വാസ്തുവിദ്യ എന്നീ മേഖലകളിൽ സവിശേഷമായ മാറ്റങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രമായിട്ടുള്ള ഇറ്റലിയിലെ ഒരു വാണിജ്യ നഗരത്തെക്കുറിച്ചാണ് ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. കുറേ സിറ്റികൾ അവിടെ കൊടുത്തിട്ടുണ്ട്, മിലൻ, പാർമ, റോം, ഫ്ലോറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഏതാണെന്നുള്ള നമുക്കറിയാം, കാരണം ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഫ്ലോറൻസ് ആണല്ലേ, അത് നമുക്ക് നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്ത് ചെയ്യുക, ഫ്ലോറൻസ് തന്നെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി രണ്ടാമത്തെ ഒന്ന് നോക്കുക, നമ്മുടെ സൗരവികരണവുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇൻസ്റ്റലേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഫൈൻഡ് ഔട്ട് ദ വൺ വിച്ച് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ഇൻസ്റ്റലേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ക്വസ്റ്റ്യൻ്റെ രീതി മാറിയതായിട്ട് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നേരിട്ടുള്ളൊരു രീതി അല്ല, അത് ഒരു സ്റ്റേറ്റ്മെന്റ് കണക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓപ്ഷൻ എന്താണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുമല്ല മക്കൾ കണ്ടുപിടിക്കേണ്ടത് എന്താ, ശരി ഉത്തരമാണോ, അല്ല തെറ്റുത്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ബാക്കി 3 എന്തായിരിക്കും, ശരിയായിരിക്കും എന്നുള്ള മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ നോക്കുക, എർത്ത് സർഫേസ് ഈസ് നോട്ട് ഹീറ്റഡ് ബൈ ഇൻസ്റ്റലേഷൻ. അപ്പോൾ എർത്തിന്റെ സർഫേസ് എന്താവുന്നില്ല, ഇൻസ്റ്റലേഷൻ വഴി ഹീറ്റ് ആവുന്നില്ല എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത് എന്നാൽ എ പാർട്ട് ഓഫ് ഇൻസ്റ്റലേഷൻ കമ്മിങ് ടു ദ എർത്ത് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ബാക്ക് ബൈ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇങ്ങനെ സൂര്യപ്രകാശം വരുന്നൊരു സമയത്ത്, സൂര്യൻ്റെ ഊർജ്ജം വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ഇപ്പോൾ ക്ലൗഡ്സിലും അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസിലൊക്കെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് വരുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താ, സിൻസ് ഇൻസ്റ്റലേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ് ഇറ്റ് ഡസ് നോട്ട് ഹീറ്റ് അപ്പ് ദ അറ്റ്മോസ്ഫിയർ കൺസിഡറബിളി. അല്ലേ, നമ്മുടെ അന്തരീക്ഷത്തെ എന്ത് ചെയ്യുന്നില്ല, ഇത് ഷോർട്ട് വേവ് ആയതുകൊണ്ട് തന്നെ, ഹ്രസ്വതരംഗങ്ങൾ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇത് അത്രത്തോളം ചൂട് പിടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും ചൂട് പിടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഊർജ്ജം അതിന് ഇല്ല, അല്ലെങ്കിൽ ചെറിയ വേവ് ആയതുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതും മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഏറ്റവും നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, എർത്ത് സർഫേസ് ഗെറ്റ് ഹീറ്റഡ് ബൈ ഇൻസ്റ്റലേഷൻ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താ, എർത്തിന്റെ സർഫേസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസുലേഷൻ വഴി ഹീറ്റ് ആകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നാലാമത്തെ ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ. അത് തന്നെ മലയാളത്തിൽ കൊടുത്തിട്ടുള്ള, മലയാളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അത് ഇന്നെ റിപ്പീറ്റ് ആക്കുന്നില്ല. ഓക്കെ, മക്കൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് തന്നെ മക്കൾക്ക് കറക്റ്റായിട്ട് കത്തിയിട്ടുണ്ടാവും അത് ഏതാണ് ഇതിൽ തെറ്റ് എന്നുള്ള കാര്യം. അപ്പോൾ മക്കൾക്ക് അറിയാം എന്താണ്, സൂര്യപ്രകാശം വരുന്നതല്ല, ആ കഥ അങ്ങ് ആലോചിക്കുക. എന്താണ്, ഇപ്പോൾ സൂര്യപ്രകാശം ഇങ്ങനെ വരുന്നു, അപ്പോൾ കുറേയൊക്കെ എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഈ ഡസ്റ്റ് പാർട്ടികൾ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പൊടിവെള്ളം തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു, കുറച്ചൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നു, ബാക്കി പിന്നെയും
എന്ത് ചെയ്യുന്നു, ഭൂമിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ചെറിയ ചെറിയ തരംഗങ്ങളായിട്ടാണ് വരുന്നത്. അത് നേരെ വരുന്നേരം എന്ത് ചെയ്യുന്നില്ല, അതിന് അന്തരീക്ഷ ചൂട് പിടിക്കാനുള്ള കഴിവൊന്നുമില്ല, നേരെ ഭൗമോപരിതലത്തിലേക്കാണ് വരുന്നത്. ഭൗമോപരിതലം എന്ത് ചെയ്യുന്നു, ചൂടാകുന്നു. ഭൗമോപരിതലം ചൂടായി കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, ഹീറ്റിംഗ് പ്രോസസ്സ് പിന്നെ നമ്മൾ കാണുന്നത്, അന്തരീക്ഷം ചൂടാകുന്നത് നമ്മൾ കാണുന്നത്. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഭൂമി ചൂടാവുന്നുണ്ട് അല്ലെങ്കിൽ ഭൗമോപരിതലം ചൂടാവുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ സൗരവികിരണത്തിലൂടെ ഭൗമോപരിതലം ചൂട് പിടിക്കുന്നില്ല എന്ന് പറയുന്നതല്ലേ തെറ്റ്, അതാണ് തെറ്റ്. അപ്പൊ അതാണ് ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. അതാണ് തെറ്റ്, പക്ഷെ ശരി ഉത്തരം എന്താണ്, എ ആണ്. അപ്പൊ അതങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, അടുത്തെന്താ നോക്കിക്കോ, മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ രസമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, ഒരു രസമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അറേഞ്ച് ദ ഫോളോയിങ് ഹിസ്റ്റോറിക് ഇവന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഒരു രസമുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എന്താണ്, വൺ വേർഡ് തന്നെയാണ്, പക്ഷെ എന്താണ്, അതൊരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ, ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു, അതുപോലെ തന്നെ നാഷണൽ കൺവെൻഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, അതുപോലെ തന്നെ ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട്, ഡിസ്ട്രക്ഷൻ ഓഫ് ബാസ്റ്റിൽ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫ്രാൻസിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു, നാഷണൽ കൺവെൻഷൻ നിലവിൽ വന്നു, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, പാരീസിലെ ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ടു. ഇതാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുള്ളത്. പക്ഷേ അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്ത് നോക്കിയാൽ നിങ്ങൾ, അതാണ് നിങ്ങൾ കൺഫ്യൂഷൻ ആവട്ടോ. ഇത് വളരെ ശ്രദ്ധിക്കണം, കാരണം എപ്പോഴും ഇത് മിസ്റ്റേക്ക് വരാവുന്ന സാധ്യതകളുണ്ട്. നമ്മളിപ്പോൾ 1, 2 എന്നൊക്കെ എഴുതി വെച്ചിട്ടേ, നമ്മളിങ്ങനെ 1, 2, 3, 4 എഴുതി വെച്ചിട്ട് ഈ സംഖ്യ നോക്കിയിട്ട് ചിലപ്പോൾ എഴുതുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, വളരെ ശ്രദ്ധിച്ച് മാത്രം ഇത് ആൻസർ ചെയ്യുക. അപ്പോൾ ആദ്യം വരിക എന്തായാലും ടെന്നീസ് കോർട്ട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ബാസ്റ്റിലാണ് വരിക അല്ലേ. അത് കഴിഞ്ഞിട്ട് ഏതാ വരിക, നമ്മുടെ നാഷണൽ കൺവെൻഷൻ നിലവിൽ വന്നു, ലാസ്റ്റ് ഫ്രാൻസിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു അല്ലേ. ഏതാ വരുന്നത് നമുക്ക് നോക്കിയാലോ, 3 വരുന്നതായിരിക്കും. അപ്പോൾ 1 മാത്രമേ 3 വരുന്നുള്ളൂ. 3, അതുപോലെ തന്നെ 4, 2, 1 കറക്റ്റാണ്, നമ്മൾ പറഞ്ഞ കറക്റ്റാണ്. എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്, എ ആണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. എ ആണ് ആൻസർ. 3, 4, 2, 1 കറക്റ്റായിട്ട് അത് നോക്കി വെക്കണം. ഓക്കെ, അടുത്ത നോക്കാം. അടുത്തതിൽ എന്താ പറയുന്നത്, അടുത്ത പറയാൻ നോക്കിയോ, ചൂസ് ദ കറക്റ്റ് ആൻസർ ബൈ റീഡിങ് ദ ഗിവൺ അസെറ്റേഷൻ ആൻഡ് റീസൺ. ഇവിടെ അസെറ്റേഷൻ റീസൺ അടക്കം വന്നു, മോഡലായിട്ട് എന്ത് വന്നു, അസെറ്റേഷനും വന്നു, റീസണും വന്നു അല്ലേ. അപ്പോൾ എന്ത് കൊടുക്കും, ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, അതിന്റെ കാരണം അവർ കൊടുക്കും, കാരണവും അവർ കൊടുക്കും. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള മാത്രം നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കും, അത് ആ സ്റ്റേറ്റ്മെൻറ്റ് വരാനുള്ള അല്ലെങ്കിൽ അസെറ്റേഷൻ വരാനുള്ള കാരണം കൂടിയും അവിടെ കൊടുക്കും. ആ കാരണം ശരിയാണോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എഴുതണം അല്ലേ. ഇവിടെ നോക്കുക, ഇവിടെ തൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഐസോതേംസിനെ കുറിച്ചാണ്, സമതാപരേഖകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ദ ഐസോതേംസ് ഷോ എ നോട്ടീസബിൾ ബെൻഡ് അലോങ് ലാൻഡ് സീ ഒരു ടൈപ്പിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് സമതാപരേഖകൾ വരുന്നൊരു സമയത്ത് കരയും കടലും കാണുന്നൊരു സമയത്ത് എന്ത് ചെയ്യും, ഈ സമതാപരേഖകൾക്ക് എന്ത് ചെയ്യും, വളവുകൾ കാണാൻ പറ്റും നമുക്ക്. നിങ്ങൾ ആ പിക്ചർ മനസ്സിലാലോചിച്ചാൽ മതി. അപ്പം അങ്ങനെ വരുന്നൊരു സമയത്ത് വൻകരകളും സമുദ്രങ്ങളിടയിൽ സമതാപരേഖകൾ പ്രകടമായി വളയുന്നുണ്ട് അല്ലേ. ഇതിന്റെ കാരണം എന്താ, കരയും കടലും വ്യത്യസ്തമായ രീതിയിൽ ചൂട് പിടിക്കുന്നു എന്നുള്ളതാണ് കാരണമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഏതാ ശരി ഉത്തരം വരിക, നമുക്ക് പ്രസ്താവന കാരണവും ശരി എന്നുള്ളത് തന്നെയല്ലേ. നോക്കിയാൽ മതി, വളരെ സിമ്പിളായിട്ടൊന്ന് നോക്കിയാൽ മതി. എന്താണ് ഒന്ന് നോക്കുക, കരയും കടലും എന്താണ് വേറെ വേറെ രീതിയിലാണ് ചൂട് പിടിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഒരു ഐസോതേംസ് അല്ലെങ്കിൽ ഒരു താപരേഖ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് അത് എന്ത് ചെയ്യും, വളഞ്ഞു നിൽക്കും. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹീറ്റാണ് അവിടെ കാണുന്നത്, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ സമുദ്രം മാത്രമുള്ളൊരു സ്ഥലമാണെങ്കിൽ നിങ്ങൾ ഈ ചിത്രം ശ്രദ്ധിച്ചാൽ മതി, വളരെ സമാന്തരമായിട്ട് പോകുന്ന ലൈനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ള കേട്ടോ. അതൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി, പാരലായിട്ടുള്ള ലൈൻസ് ഉറപ്പായിട്ടും കാണാൻ പറ്റും എന്നുള്ളതാണ്. അതൊന്ന് നോക്കുക കേട്ടോ, അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത നോക്കുക, ഫൈൻഡ് ഔട്ട് ദ അസംഷൻ ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാർഡിനൽ യൂട്ടിലിറ്റി തിയറിന്റെ അസംഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാർഡിനൽ ഉപയുക്തതാവാദത്തിന്റെ അനുമാനങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് അനുമാനങ്ങളാണ് എഴുതേണ്ടത്, അസംഷൻസ് ആണ് എഴുതേണ്ടത്. നമ്മൾ എന്ത് എഴുതരുത്, ലിമിറ്റേഷൻസ് എഴുതരുത്. ഓക്കെ, അസംഷൻസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തും കൂടി ഉണ്ട്, ലിമിറ്റേഷൻസും കൂടി ഉണ്ട് അല്ലേ. കാർഡിനൽ ഉപയുക്തതാവാദത്തിന്റെ ലിമിറ്റേഷൻസും കൂടി ഇതിലുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യരുത്, എഴുതരുത്. അപ്പോൾ ഇവിടെ അനുമാനങ്ങൾ കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ഉൽപ്പന്നങ്ങളെല്ലാം ഒരേ ഗുണമുള്ളവയായിരിക്കണം. ഗുണം എന്ന് പറയുന്നത് ക്വാളിറ്റി, സെയിം ക്വാളിറ്റി ആയിരിക്കണം. ദ കൺസ്യൂമർസ് ഇൻകം ആൻഡ് ടേസ്റ്റ് എന്താവരുത്, ഒരിക്കലും ചേഞ്ച് ആവരുത്, ഡു നോട്ട് ചേഞ്ച്. ഉപഭോക്താവിൻ്റെ വരുമാന അഭിരുചി എന്താവരുത്, എന്നിവ സ്ഥിരമായിരിക്കണം.
ഉപഭോഗം തുടർച്ചയുള്ളതായിരിക്കണം, മറ്റു സാധനങ്ങളുടെ ഉപഭോഗം നിജപ്പെടുത്തിയിരിക്കണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഓപ്ഷൻസ് എന്ന് പറയുന്നത് അല്ലെ. കൺസപ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ്, ദ യൂസ് ഓഫ് അതർ ഗുഡ്സ് മസ്റ്റ് ബി അസർട്ടൈൻഡ് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ 2 എന്തായാലും അസംഷൻസ് ആണ്, 2 എന്താണ് ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ 2 ഏതാണ് നമുക്കറിയാം, 1ഉം 2ഉമാണ് എന്ത് വരിക അതിൻ്റെ അസംഷൻസ് ആയിട്ട് വരിക. അപ്പോൾ 1, 2 കൊടുത്തിട്ടുള്ളത് ബി അല്ലേ കൊടുത്തത്, അപ്പോൾ അത് 2ആണ് എന്താണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹ്യ ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണ ചുവടെ നൽകിയിരിക്കുന്ന ഏത് ആശയമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വ്യക്തിപരമായ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണത്, അത് സാമാന്യ ബോധജ്ഞാനാണ് അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവണം അല്ലേ. ഇൻഡിവിജ്വൽ ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇൻഡിവിജ്വൽ എന്നൊക്കെ പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവണം എന്താണത്, സാമാന്യ ബോധജ്ഞാനമാണ് എന്നുള്ള കാര്യം മനസ്സിലാവണം. അതങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഇവിടെ നോക്കുക, ഇവിടെ ഒരു നമ്മൾ പണ്ടൊക്കെ എന്താണ് മാത്സ് ഫോളോയിങ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു വേർഷനാണ് സത്യത്തിലൂടെ കാണുന്നത് കേട്ടോ. റിനൈസൻസ് പെയിന്റിങ് എ കോളത്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കുറേ ഫീച്ചേഴ്സ് എന്തിൽ കൊടുത്തിട്ടുണ്ട്, ബിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരി മാത്രം നമ്മൾ എന്ത് ചെയ്യണം, പിക്ക് ചെയ്ത് എടുക്കണം. ഓക്കെ, നമ്മൾ ഏതാണോ ശരി അതെടുത്ത് എഴുതണം നമ്മൾ. അപ്പോൾ നമുക്ക് ഓരോ നോക്കാം. ലാൻഡ്സ്കേപ്പ്, ഓയിൽ പെയിന്റ് വാസ് നോട്ട് യൂസ്ഡ്, ദ യൂസ് ഓഫ് ഓയിൽ പെയിന്റ്, വാട്ടർ കളർ പെയിന്റിങ്സ്, ദ യൂസ് ഓഫ് കളർ ടു ഇലുസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതായത് ഭൂദൃശ്യങ്ങളുണ്ട്, എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നില്ല, എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം, ജലച്ചായ ചിത്രങ്ങൾ, വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ, ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ശരി എന്നുള്ള ചോദിച്ചാൽ ഭൂദൃശ്യങ്ങൾ ഉണ്ട് അല്ലേ, ലാൻഡ്സ്കേപ്പ് ഉണ്ട്, ശരിയാണ്. നവോത്ഥാന ചിത്രങ്ങളിൽ കറക്റ്റായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, ലാൻഡ്സ്കേപ്പ് കൊടുത്തിട്ടുണ്ട്. എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നില്ല, തെറ്റല്ലേ. എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നു അല്ലേ, അത് ശരിയാണ്. ഇനി ജലച്ചായ ചിത്രങ്ങൾ ഇല്ല, പറയുന്നില്ല അല്ലേ. ഇനി എന്താ, വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ, ശരിയാണ്, അതും ശരിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂദൃശ്യങ്ങൾ, എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം, വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെ അകലത്തെയും ചിത്രീകരിക്കൽ. അപ്പോൾ 1, 3, 5 ഏതെങ്കിലും ഉണ്ടോ? 1, 3, 5 1, 3, 5 ഇതാ എ ഉണ്ടല്ലോ, 1, 3, 5. അപ്പോൾ അത് ആൻസർ ആയിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത കുറച്ച് എഴുത്തുകാരെയും അതുപോലെ തന്നെ അവരുടെ വർക്കുകളും അവരുടെ സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത്, അവർ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത്. ശരി ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ തോമസ് മൂറിനെ കൊടുത്തിട്ടുള്ളത് ഏതാണ്, ഉട്ടോപ്യാണ് അല്ലേ, നമുക്കറിയാം ഉട്ടോപ്യാണ് തോമസ് മൂർ. പിന്നെ ഏതാ, ഉട്ടോപ്യ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് ഏതാ, ഇംഗ്ലണ്ട് ആണ് അല്ലേ. ഇനി നോക്കുക, ഇറാസ്മസ് ഏതാ, ഇറാസ്മസ് എന്ന് പറയുമ്പോൾ ഇൻ പ്രൈസ് ഓഫ് ഓളിയാണ് അല്ലേ. ഇറാസ്മസ് എന്ന് പറയുമ്പോൾ ഇൻ പ്രൈസ് ഓഫ് ഓളിയാണ്. അത് എവിടെയാണ് വരുന്നത്, നെതർലാൻഡിലല്ലേ വരുന്നത്, നെതർലാൻഡ്. മിഗാൽ ഡി സെർവാന്തി എവിടെയാണ്, അത് വേറെ ഒന്നും നോക്കണ്ട അല്ലേ. എന്താ പറയുക, നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും, സ്പെയിൻ. ഇതാണ് സംഭവം അല്ലേ, കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ലേ. മലയാളപ്പുറം ഉണ്ട് കേട്ടോ, ഡോൺ കിഹോട്ട്. ഇത് ഇനി ഇങ്ങനെ നോക്കിയാൽ മതി. 1 A3 അല്ലേ, A3. അതുപോലെ തന്നെ എന്താ നമുക്ക് നോക്കട്ടെ, ഇംഗ്ലണ്ട് 1, A3 2 എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കണം. A32 ഇത് അവിടെ ഉണ്ടല്ലോ, A32. ആകെ അത് മാത്രമേ A32 ഉള്ളൂ. നമുക്ക് എ ആണ് അതിൻ്റെ ആൻസർ എന്ന് മനസ്സിലാവും. B13 അല്ലേ, കറക്റ്റ് അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ എഴുതണം. ആകെ 1 മാർക്ക് ഉള്ളെങ്കിൽ എന്താണ്, കുറച്ച് കഷ്ടപ്പാടാണ്. ഇങ്ങനെ നോക്കി നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് എന്താണ് കുറച്ച് കഷ്ടപ്പാടായിട്ട് നമുക്ക് വരും. ഓക്കെ, ഇനി അടുത്ത നോക്കാം. വളരെ ഇനി നമ്മൾ എന്തിലേക്ക് കടക്കുകയാണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് നടക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഫസ്റ്റ് വെച്ചാൽ ദാന്തയെ കുറിച്ചാണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് ഫേമസ് വർക്ക് ഓഫ് ദാന്തെ, ഏതാണ്, ഡിവൈൻ കോമഡി അല്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഡിവൈൻ കോമഡി ആണ്. അപ്പോൾ ഹൗ ഫാർ ദ തീം ഓഫ് ദിസ് വർക്ക് റിലവൻറ്റ് ഇൻ കണ്ടംപററി സൊസൈറ്റി, അതായത് വെറുതെ അങ്ങ് ചോദിച്ചല്ല അവർ. അപ്പോൾ ഡിവൈൻ കോമഡി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 11 മാർക്ക് എന്തായാലും നമുക്ക് കിട്ടും. അതല്ലാതെ പ്ലസ് എന്ത് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് സമകാലിക സമൂഹത്തിൽ എങ്ങനെയാണ് ഇതിങ്ങനെ പ്രസക്തമാവുക എന്നുള്ള രീതി ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ആ ഡിവൈൻ കോമഡീൻ്റെ ആശയങ്ങളെ നമ്മൾ ഇന്നത്തെ കണ്ടംപററി സമൂഹങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒന്ന് എഴുതാൻ ശ്രമിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ആ 2 മാർക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ എഴുതാൻ ശ്രമിക്കണം. അതായത് അതിലെന്താണ് ഒരു സറ്റൈറിറ്റായിട്ടുള്ള ഈ ഇഹലോകം പരലോകം എന്നൊക്കെ പറഞ്ഞുള്ള ഈ സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പരാമർശിച്ച് പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വസ്തുത എന്ന് പറഞ്ഞൊരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ദാന്തെ
പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്നത്തെ കാലമായിട്ട് ഇങ്ങനെ കൂട്ടി ഒരു കണ്ടംപററി പീരീഡ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൺസൂണിനെ കുറിച്ചാണ്. പക്ഷേ മൺസൂൺ അല്ല അവിടെ ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം. വൈ ഡു ദ വെസ്റ്റേൺ പാർട്സ് ഓഫ് തമിഴ്നാട് റിസീവ് സ്കാന്റി റെയിൻഫാൾ വൈൽ കേരള റിസീവ്സ് ഹെവി റെയിൻഫാൾ ഫ്രം സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺമാർ ധാരാളമായി ലഭിക്കുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ മഴ തീരെ കുറയാൻ കാരണം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സംഭവം വളരെ സിമ്പിളാണ്. എന്താണ്, ഇവിടെ വെസ്റ്റേൺ ഗഡ്സ് ഉള്ളത് കൊണ്ടല്ലേ. വെസ്റ്റേൺ ഗഡ്സ് ഉള്ളത് കൊണ്ട് എന്നത് പറയുമ്പോൾ നമ്മൾ എന്താ അവിടെ പറയേണ്ടത്, നമ്മൾ എന്തിനെ കുറിച്ച് എഴുതേണ്ടത്, ഓറോഗ്രാഫിക് റെയിൻഫാളിനെ കുറിച്ചാണ് എഴുതേണ്ടത് അല്ലെ, പർവ്വത മഴയെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. കാരണം നമ്മുടെ മൺസൂൺ മഴ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പശ്ചിമഘട്ടം എന്ത് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ തന്നെ മഴയായിട്ട് പെയ്യിപ്പിക്കുന്നുണ്ട് അല്ലെ, തടഞ്ഞു നിർത്തിയിട്ട്. അതേസമയം മഴ നിഴൽ പ്രദേശമായിട്ട് എന്ത് മാറുന്നുണ്ട്, നമ്മുടെ തമിഴ്നാട് റീജിയൻസ് ഒക്കെ മാറുന്നുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ നമ്മളിവിടെ എഴുതി വെക്കേണ്ടത്. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കോ. മധ്യകാല ഫ്യൂഡൽ ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയാണ് മാക്കിയവെല്ലി തന്റെ പ്രിൻസ് എന്ന് പറഞ്ഞുള്ള പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭരണാധികാരിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. ദ പ്രിൻസിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്, ബുക്കിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫ്യൂഡൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിമർശിച്ചിരുന്നു. മിഡീവൽ ഫ്യൂഡൽ സിസ്റ്റമൊക്കെ വിമർശിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കണം ഒരു രാജാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കിങ് എങ്ങനെയാണ് ഭരിക്കേണ്ടത്, അയാളുടെ പൊസിഷൻ എന്തായിരിക്കണം, അയാൾ എങ്ങനെയാണ് ജനങ്ങളെ കാണേണ്ടത് എന്നുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മുഴുവനായിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അത് കൃത്യമായിട്ട് അത് വളരെ ലെങ്ത്തിൽ അത് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എഴുതി വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു എക്കണോമിക്സിന്റെ നമ്മുടെ 4th ചാപ്റ്ററിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഉപയുക്തത. യൂട്ടിലിറ്റിനെ കുറിച്ച് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഉപയുക്തത എന്നാൽ എന്ത്, ഉപയുക്തതയുടെ യൂണിറ്റ് എന്ത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് എന്താ, യൂട്ടിൽസ് ആണ് അല്ലേ. അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക. ഉപയുക്തത എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി ഉപയുക്തത എന്നൊക്കെ പറയുന്നത്. നമുക്കൊരു സാധനം വാങ്ങുന്നുണ്ട്, ആ സാധനം നമ്മളെ തൃപ്തിപ്പെടുത്താൻ അത്ര കഴിവുണ്ട് എന്നുള്ളതാണ് യൂട്ടിലിറ്റിയുടെ ഒരു ചോദ്യം, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. അതെന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതി വെക്കണം. സാറ്റിസ്ഫാക്ഷൻ പവർ എന്നുള്ള രീതിയിൽ എഴുതി കൊടുക്കുക. ഇനി എന്താ, ദക്ഷിണാർദ്ധഗോളത്തിൽ അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ എന്തുകൊണ്ടാണ് ടൈഗ ക്ലൈമറ്റിക് റീജിയൻ കാണപ്പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം നിങ്ങൾക്ക് ടൈഗ ക്ലൈമറ്റ് റീജിയൻ്റെ ആ മാപ്പ് കണ്ടറിയാം. മുകളിൽ ഇങ്ങനെ ഒരു റെഡിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ലെങ്ത്തിൽ കിടക്കുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് പിന്നെ അത് സദേൺ ഹെമിസ്ഫിയറിൽ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്, ലാൻഡ് കുറവാണ്. അതായത് സദേൺ ഹെമിസ്ഫിയറിൽ എന്തില്ല, ലാൻഡ് അങ്ങനെ വിസ്തൃതമായിട്ടുള്ള വിശാലമായിട്ടുള്ള ലാൻഡ് അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആൻസർ. അത് എഴുതിയാൽ മതി, 2 മാർക്കിന് അത് സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ വരുന്നൊരു ചോദ്യമാണ്. ആൻഷ്യൻ്റ് മിഡിവൽ മോഡേൺ പീരീഡിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആരാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. ലോകചരിത്രം ഇങ്ങനെ വിഭജിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ രീതിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വിഭജിച്ചിരിക്കുന്ന ചരിത്രകാരന്മാരൊക്കെ ആരാണ്, ഇതെന്ത് മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ അതിൽ ഫ്ലാവിയോ ബിയാൻഡോ ഒക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആളല്ലേ. ഫ്ലാവിയോ ബിയാൻഡോ, അതുപോലെ തന്നെ ലിയാൻഡോ ബ്രൂണിയോ ഒക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർ. നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതണം. അതുപോലെ തന്നെ അതോടുകൂടി എന്ത് വന്നു, സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയോഗ്രാഫി അവിടെ ഉണ്ടായി വരികയാണ് അല്ലെ. ചരിത്രരചനാ രീതി എന്ത് ചെയ്യാണ് ഇവിടെ ഉണ്ടായി വരുന്നതായിട്ട് മക്കൾ പഠിച്ചിട്ടുണ്ടാവും. അതാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ചൊരു സ്റ്റേറ്റ്മെന്റുകളൊക്കെ പോലെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്താണ് നമുക്ക് അറിയുന്നത് അത് എഴുതി വെക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. അതങ്ങനെ തന്നെ എഴുതി വെക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു സാധനമാണ് കൊടുത്തിട്ടുണ്ട്, നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ് അല്ലേ. നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെയാണ് എഴുതാം. അപ്പം അവിടെ നിയമപരിഷ്കാരം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ, ലോയിൽ അവിടെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ കുറേ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, സാമ്പത്തികമായിട്ട് കുറേ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, സൈന്യത്തിൽ തന്നെ എന്താ പറയുക ബറ്റാലിയൻ ഇട്ടുള്ള പരിഷ്കാരങ്ങൾ ആര് കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ നെപ്പോളിയൻ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആര് കൊണ്ടുവരുന്നുണ്ട്, നെപ്പോളിയൻ കൊണ്ടുവന്നതായിട്ട് നമുക്കറിയാം. അതൊക്കെ എന്ത് ചെയ്താൽ മതി, അവിടെ എഴുതി കൊടുത്താൽ മതി. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് കൃത്യമായിട്ട് എഴുതുക, അതാണ് ചെയ്യേണ്ടത്.
ഓക്കെ, അടുത്ത നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 2 ഫോട്ടോ കൊടുത്തൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചാൽ ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള നേപ്പാളിനെയും മാലിദ്വീപിനെയും എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ കേരളത്തിലുള്ള എന്തെങ്കിലും കാലാവസ്ഥ വ്യതിയാനം ബാധിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുക, അതിനെന്തെങ്കിലും നിങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എവിടെ തുടങ്ങണം? നമുക്ക് മാലിയിൽ നിന്നും നേപ്പാളിൽ നിന്നും തുടങ്ങുക. മാലിയിൽ നിന്ന് അവരിങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെ, കടലിൻ്റെ അടിയിൽ ചെന്നിട്ട് ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഒരു പാർലമെൻ്റൊക്കെ ചേർന്നിട്ട് നമ്മൾ ആ ചിത്രം കണ്ടതാണ്. നേപ്പാൾ എന്ത് ചെയ്തിട്ടുണ്ട്? മഞ്ഞുരുകുന്നതിന് വേണ്ടിയിട്ട്, മഞ്ഞുരുകുന്നതിനായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്ന അവരെന്ത് ചെയ്തിട്ടുണ്ട്? മഞ്ഞും മലേൻ്റെ അടിയിൽ നിന്നിട്ട് അവർ പാർലമെൻറ്റ് കൂടിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളം സംബന്ധിച്ചിടത്തോളം കേരളം എന്താണ് 2018 എന്ത് നടന്നിട്ടുണ്ട്? വലിയ വെള്ളപ്പൊക്കമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അല്ലേ, കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ മക്കൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ ഇൻക്ലൂഡ് ആയിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അതിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ പലതരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും, ഇപ്പോൾ ഡീഫോറസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം മക്കൾക്ക്, ഇപ്പോൾ വനനശീകരണം പോലത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം മക്കൾക്ക് എഴുതി വെക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാവുന്നതാണ്. അടുത്ത നോക്കാം. അടുത്ത മിതോഷ്ണ പുൽമേടുകളും ഉഷ്ണമേഖലാ പുൽമേടുകളും. ഈ ഉഷ്ണമേഖലാ പുൽമേടുകൾ എന്ന് പറയുന്നത് സാവന്ന ക്ലൈമറ്റിക് റീജിയനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡുകളും ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുള്ളത്. ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഫില്ല് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ ലാറ്റിറ്റ്യൂഡിൻ്റെ അല്ലേ, ഇപ്പോൾ ലാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ എന്താ 40, 50. ഇപ്പം ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് 40, 50 ആണ്. അതേപോലെ തന്നെ സാവന്ന ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 10-30 ഡിഗ്രി ഒക്കെയാണ് അതിൻ്റെ ഒരു ലാറ്റിറ്റ്യൂഡൊക്കെ വരുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് അതിൻ്റെ പേരുകൾ പറയുകയാണെങ്കിൽ സാവന്ന അല്ലേ, കാംബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലാനോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ എന്താണ് ഇപ്പം സാവന്ന നമ്മുടെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് പറയുകയാണെങ്കിൽ നമ്മൾ കുറേ പ്രയറി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, പ്രയറി, സ്റ്റെപ്പി, ഡൗൺസ് ഒക്കെ പറഞ്ഞ് നമ്മൾ കുറേ എന്ത് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടും പഠിച്ച് അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക. അത് ഓരോന്നും അതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതിന് എന്തായി കൃത്യമായിട്ട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്തെന്താ 16. അടുത്തത് പറഞ്ഞാൽ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചുള്ളതാണ്. ഫ്രഞ്ച് റവല്യൂഷന് വുമണിനുള്ള റോളാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്ത്രീകൾ വഹിച്ച പങ്ക് വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുള്ളത്. അത് കൃത്യമായിട്ട് എഴുതി വെക്കണം. അതിൽ തന്നെ ഒളിമ്പ് ദ ഗുഷിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്ത് എഴുതണം. അതുപോലെ തന്നെ മാഡം ഴാങ് റോളൻഡിനെ കുറിച്ചും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഓക്കെ, അതൊക്കെ എഴുതിയാൽ മതി. അതിൽ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചത്, അവരും കൂടി മുന്നോട്ട് വന്നത് എന്ന് പറയുന്ന വലിയൊരു സംഭവം തന്നെയാണ് അല്ലേ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് എഴുതി വെച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, അതും വളരെ ഡയറക്റ്റായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി റൂസോയുടെ ചിന്തകൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ റൂസോ എന്താ പറഞ്ഞത്, റൂസോ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റൂസോ എന്താ പറയുക, ഫിലോസഫിക്കലായിട്ടുള്ള പൊളിറ്റിക്സ് പറഞ്ഞിട്ടുള്ള ആളാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ കുറേ കൂടി സംസാരിച്ച ഒരാളാണ് ഒരു റൂസോ എന്ന് പറയുന്നത് അല്ലേ. പൊളിറ്റിക്സ് കുറേ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ല നിയമം എന്ന് പറയുന്നത് എന്താ, ഒരു നല്ല പൗരനെ സൃഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാൾ, നല്ലൊരു സിറ്റിസനെ സൃഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആര്, നമ്മുടെ റൂസോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾ ജനിക്കുന്ന എന്തായിട്ടാണ്, ഫ്രീ ആയിട്ടാണ്, എന്നാൽ അയാൾ എന്താണ് പിന്നീട് ചങ്ങലയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് റൂസോ എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം എന്തുണ്ട്, എഫക്റ്റീവ്നെസ് അതിനുണ്ട്. ആ രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് അത് എഴുതി വെക്കുക കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു ചിത്രം തന്നിട്ട് നിങ്ങൾക്ക് ഒരു അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു അനലിറ്റിക്കലായിട്ടുള്ള ഒരു തരത്തിൽ, ഒരു അനലിറ്റിക്കലായിട്ടുള്ള തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ചിത്രം നിരീക്ഷിച്ച് മഴ ഏതാണെന്ന് തിരിച്ചെഴുതി എഴുതുക എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ചോദ്യത്തിൻ്റെ അതേ ഉത്തരം തന്നെയാണ് വരുന്നത്. ഓറോഗ്രാഫിക് റെയിൻഫാൾ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നീരാവൂരിത മഴ, ഇങ്ങനെ മഴ വരുന്നു, അവിടെ കണ്ടൻസേഷൻ നടക്കുന്നു, മഴ പെയ്യുന്നു. ഓറോഗ്രാഫിക് മഴയാണ്, പർവ്വത മഴയാണ് അല്ലേ. ഇവിടെ മഴ നീളപ്രദേശമായിട്ട് മാറും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, അത് എഴുതി കൊടുത്താൽ മതി. ഇവർക്ക് വേറെ അതിന് എക്സ്ട്രാ ഒന്നുമില്ല. നേരെ എന്താണോ ആ മഴ അത് എഴുതി കൊടുക്കുക, വേറെ പ്രശ്നമൊന്നുമില്ല. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എഴുതി കൊടുക്കുക, അതാണ് അവിടെ ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത് നമ്മുടെ കൺസ്യൂമർ റൈറ്റ്സിൻ്റെ ആയി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട സാധനമാണ്. മൊബൈൽ ഫോണിൽ വന്ന ഒരു വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ രാജുവിന് തൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ മുഴുവൻ പണവും നഷ്ടമായിട്ടുണ്ട്. രാജുവിന് എന്തെല്ലാം പരിഹാരങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാം, അതൊരു ഫ്രോഡ് എന്ത് ചെയ്തു, ഒരു ഫ്രോഡായിട്ടുള്ള കാര്യം നടക്കുകയാണ്, അവിടെ പറ്റിക്കപ്പെടുകയാണ് ആ രാജു. അപ്പം പറ്റിക്കപ്പെട്ടത് എങ്ങനെയാണ്, ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് അല്ലേ. അതായത് ഒരു സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനുള്ള പരിഹാര മാർഗങ്ങളാണ് മക്കൾ നിർദ്ദേശിച്ചു കൊടുക്കേണ്ടത്.
അഫ്കോഴ്സ് നിങ്ങൾക്ക് എന്ത് പറയാം, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം. സൈബർ ക്രൈമിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം അല്ലേ, അതിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് പരാതി പരിഹാരം തേടാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ബാങ്ക് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ, ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പണം പോയത് കൊണ്ട് തന്നെ ബാങ്കിന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു പരാതി കൊടുക്കാം. ബാങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹകരിക്കുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് റിസർവ് ബാങ്കിൻ്റെ ഓംബുഡ്സ്മാനുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്തുകൊണ്ട് അവിടെയും പരാതി കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് പറഞ്ഞ് എഴുതാൻ പറ്റും കേട്ടോ. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പം അങ്ങനെ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ, അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. അടുത്തതും ഒരു വലിയൊരു സ്റ്റോറി ടൈപ്പ് സാധനം തന്നെയാണ്. ഇപ്പോൾ തിരക്കേറിയ റോഡിലൂടെ വളരെ ശ്രദ്ധാപൂർവ്വം വാഹനം ഓടിക്കുകയാണ് രാകേഷ് അല്ലേ. രാകേഷ് ഇങ്ങനെ വാഹനം ഓടിക്കുകയാണ്. അലസമായി വാഹനം ഓടിച്ച് എതിരെ വന്നൊരു വാഹനം രാകേഷിൻ്റെ വാഹനത്തെ ഇടിക്കുന്നു. അവിടെ എന്ത് സംഭവിക്കുന്നു, ഒരു ഇടി നടക്കുന്നു. രാകേഷിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചതെന്നും അതുപോലെ തന്നെ റോഡിലുള്ള തിക്കും വാഹനപ്പെരുപ്പും ഒക്കെ ഇതിന് കാരണമാകുന്നു എന്ന് കണ്ടെത്തുന്നു അല്ലേ. അപ്പം വെറുതെ ഇവൻ വന്നതിനെ കൊണ്ടൊന്നല്ല, അതല്ല മാത്രമല്ല അവിടെ കുറേ പ്രശ്നങ്ങൾ മറ്റുണ്ട്. ഈ സൊസൈറ്റിയിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്, ആ പരിസരത്ത് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു അല്ലേ. ഇത്തരം വ്യക്തിഗത പ്രശ്നങ്ങളെ എന്ത് ചെയ്യുകയാണ്, സാമൂഹ്യ പ്രശ്നങ്ങളുമായിട്ട് അവയെ എന്ത് ചെയ്യുന്നു, ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതാണ് ഇവിടെ ചോദിച്ചത്. ഇത് ഏത് രീതിയാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? സോഷ്യോളജിക് ഇമാജിനേഷൻ അല്ലേ, സമൂഹശാസ്ത്ര സങ്കല്പമാണ് അല്ലേ. അത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെന്തായാലും വിട്ടുപോകരുത്. ആ ചാപ്റ്ററിൽ നിന്ന് ഷുവറായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സമൂഹശാസ്ത്ര സങ്കല്പം എന്താണ് എന്നുള്ള ചോദ്യമാണ്. അത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചെന്നിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഒരു എക്കണോമിക്സിൻ്റെ നമ്മുടെ 4th ചാപ്റ്ററുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് കേട്ടോ. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തന്നിട്ടുണ്ട്. എന്നിട്ട് 3 ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ യൂണിറ്റ് ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ മൊത്തം ഉപയോഗത്തത, അതായത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, മാർജിനൽ യൂട്ടിലിറ്റി സീമാന്ത ഉപയോഗത്തോടെയും സവിശേഷത എന്താണെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് ഓറഞ്ച് ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ്, ഈ ടോട്ടൽ യൂട്ടിലിറ്റിയും സീമാന്ത ഉപയോഗത്തോടെ എന്താണ്, സെയിം ആണ്. 20 പറഞ്ഞ് കിടക്കുന്നുണ്ട്. അതാണ്, അതൊന്നും മാറ്റം ഉണ്ടാവില്ലല്ലോ. ഒന്നാമത്തെ ഓറഞ്ച് അല്ലേ, ഒന്നാമത്തെ ഓറഞ്ച് ആകുന്ന സമയത്ത് മൊത്തം ഉപയോഗത്തിൽ എത്രയാണ്, മൊത്തം യൂട്ടിലിറ്റി എത്രയാണ്, 1 ആണ്, ഒരു ഓറഞ്ചാണ്. അതേ സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ നമുക്ക് ഇടുന്ന ഈ ഒരു കിട്ടിയിട്ടുണ്ടായിരുന്ന സാറ്റിസ്ഫാക്ഷൻ അത്ര തന്നെയാണ്. അത് ഒരു മാറ്റമില്ല, 1 ഉള്ളൂ. അതുകൊണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ പട്ടികയിൽ നിന്നും ഈ മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സീമാന്ത ഉപയോഗത്തോടെ സവിശേഷത കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. അതിനെന്ത് പ്രത്യേകതയുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എന്താ, ഈ മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ടല്ലോ അതിങ്ങനെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക്. 20, 18, 15, 10, 4, 0, -3, -7. അതായത് നമ്മളിങ്ങനെ ഓറഞ്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ കൂടുന്ന സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി സീമാന്ത ഉപയോഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്, താഴേക്ക് കുറഞ്ഞു വരുന്നുണ്ട്. അതാണ് അടുത്തൊരു പ്രത്യേകത. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ മക്കൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, അത് നോട്ട് ചെയ്തിട്ട് എഴുതി വെക്കണം. ഓക്കെ, രണ്ടാമത്തെ ആൻസറും നമ്മൾ ചെയ്തു കഴിഞ്ഞു. എത്രാമത്തെ യൂണിറ്റ് ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ അത് സീമാന്ത ഉപയോഗത്തെ നെഗറ്റീവ് ആവാൻ തുടങ്ങുന്നത്? എത്രാമത്തെയാ നോക്കിയാൽ മതി. 7ാമത്തെ ആവുന്നവരാണ് -3 ആവുന്നത്. 6ാമത്തെ ആവുമ്പോൾ എത്രയാണ്, 0 ആണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ 7ാമത്തേലേക്ക് എത്തുമ്പോൾ എന്താവുന്നുണ്ട്, -3 ആയിട്ട് അത് മൈനസിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ തീരെ സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ തീരെ ഇല്ലാണ്ടായി, നമുക്ക് തീരെ താല്പര്യമില്ല, നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒരു ഓറഞ്ച് കഴിച്ച് അവസാനം ഒന്നും കിട്ടാത്തൊരവസ്ഥ വരുന്നവരാണ് അങ്ങനെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതി വെക്കണം. ഓരോന്നിനും ഓരോ രീതിയിൽ ആ പട്ടിക നോക്കിയിട്ട് ചിലപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം ആ രീതിയിൽ തന്നെ അത് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. അപ്പം എപ്പോഴും പട്ടിക നോക്കിയിട്ട് തന്നെ ആ ടേബിൾ ഒബ്സർവ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥ തന്നെയാണ്. കഥേനെ കൊണ്ട് കളിയാണ് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. കുറേ കഥകളുണ്ട്. ഓക്കെ, ഈ കഥ എന്താണെന്ന് വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങിയ ബ്രെഡ് കഴിച്ച നീനുവിന് ഭക്ഷ്യവിഷബാധയുണ്ടായി അല്ലേ, ഫുഡ് പോയിസൺ ഉണ്ടായി. പാക്കറ്റ് പരിശോധിച്ചപ്പോഴാണ് കാലാവധി കഴിഞ്ഞ ബ്രെഡാണെന്ന് മനസ്സിലായത് കേട്ടോ. അന്നേരം ശ്രദ്ധയിൽപ്പെട്ടത്, വാങ്ങിയാലും നോക്കിയില്ല. ഇത്തരം സാഹചര്യം ഒഴിവാക്കാൻ ഒരു ഉപഭോക്താവ് നിലയിൽ സാധനം വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കഥയാണെന്നുള്ളൂ നമ്മൾ പഠിച്ച സാധനം എഴുതേണ്ടത്. എന്താണ്
നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം എഴുതി വെച്ചാൽ മതി. അതിന് എക്സ്പയറി ഡേറ്റ് നമ്മൾ നോക്കണം അല്ലേ, അതുപോലെ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കണം, അതിൻ്റെ ബ്രാൻഡ് നോക്കണം, അതിൻ്റെ കവറിങ് നോക്കണം അല്ലേ, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കണം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. അതിൻ്റെ ബില്ലടക്കം നമ്മൾ എന്ത് ചെയ്യണം, GST ബില്ലാണോ എന്നുള്ള അടക്കം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഈ ഇലക്ട്രോണിക് സാധനമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനമാണോ, വാറണ്ടി ഉണ്ടോ ഗ്യാരണ്ടി ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതിയിരിക്കണം. ഓക്കെ, അതൊക്കെ നമുക്ക് എഴുതേണ്ട ഒരു സ്പോട്ടാണ്. ഇനി 4 മാർക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, സാമൂഹ്യ പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നത് അല്ലേ, അത് ഇവിടെ ഇംഗ്ലീഷിലുണ്ടല്ലോ. വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഡെപ്ത് അല്ലേ, നമുക്കറിയാം അല്ലേ. കോമൺ സെൻസ് നോളജും സാമാന്യ ബോധജ്ഞാനവും അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്ര സങ്കല്പവും വെച്ച് നോക്കുന്ന സമയത്ത് ഇതെന്താണ് കുറച്ചുകൂടി ഡെപ്തിൽ ആഴത്തിൽ മനസ്സിലാക്കുന്ന കാര്യമാണ്, നമുക്കറിയാവുന്നതാണ്. എക്സ്പ്ലെയിൻ ദിസ് ഫീച്ചർ ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ സ്റ്റാറ്റസ്. മക്കൾ ഇത് എഴുതുന്ന സമയത്ത് വെറുതെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ കുറിച്ച് വാരി വലിച്ച് എഴുതുക എന്നുള്ളതിനുപരിയായിട്ട് എന്തെഴുതണം, അവിടെ ജെൻഡർ ബേസിസും കൂടെയും അല്ലെങ്കിൽ ജെൻഡർ സ്റ്റാറ്റസും കൂടെ എന്ത് ചെയ്യണം, അവിടെ മെൻഷൻ ചെയ്ത് വേണം എഴുതാൻ. അതായത് അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ലിംഗപദവിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വേണം എന്തെഴുതാൻ, താരതമ്യം വെച്ച് അല്ലെങ്കിൽ ഉദാഹരണം വെച്ച് എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എഴുതുന്നത് സാമൂഹ്യ സങ്കല്പത്തെ കുറിച്ചാണെങ്കിൽ പോലും അതിൻ്റെ ഡെപ്തിനെ കുറിച്ചാണെങ്കിൽ പോലും എന്തവിടെ ഇൻക്ലൂഡ് ആയിരിക്കണം, അവിടെ ലിംഗപദവി എന്ന് പറയുന്ന കാര്യം ഇൻക്ലൂഡ് ആയിരിക്കണം കേട്ടോ, അത് കൃത്യമാണ്. ഇനി എന്താ, മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇത് കത്തോലിക്ക സഭയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വിശകലനം ചെയ്യുക. അപ്പോൾ മതനവീകരണം ഓൾറെഡി ഇവിടെ കഴിഞ്ഞു അല്ലേ, അതായത് നമ്മുടെ റിഫോർമേഷൻ അവിടെ കഴിയുന്ന സമയത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അനുബന്ധിച്ച് എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അപ്പം എല്ലാവരും എന്ത് ചെയ്യാണ്, ഈ ചർച്ചിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചർച്ചിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാണ്, അപ്പം ഇങ്ങനെ നടന്നാൽ പോലെ നമുക്കും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് കാണിക്കണം, നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്, കൗണ്ടർ റിഫോർമേഷനാണ് അവിടെ വരുന്നത് അല്ലേ, കൗണ്ടർ റിഫോർമേഷനാണ് വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവിടെ എഴുതേണ്ട ഒരു ഭാഗമാണത്. അപ്പോൾ നിങ്ങൾക്ക് എവിടും തുടങ്ങാം, അത് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് റിഫോർമേഷൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കൗണ്ടർ റിഫോർമേഷനിലേക്ക് വന്നിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, അത് കൃത്യമായിട്ട് എഴുതി വെക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അത് എഴുതി വെക്കാം. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത മൺസൂണാണ് കേട്ടോ. നേരത്തെ മൺസൂണിനെ കുറിച്ച് ഒരു സാധനം ചോദിച്ചിരുന്നെങ്കിൽ അത് മൺസൂണ് അവിടെ എന്തല്ല അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമല്ല. പക്ഷെ ഇവിടെ എന്താണ്, മൺസൂൺ ആണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇവിടെ മൺസൂണിനെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. കാറ്റിൻ്റെ കാലികമായ ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ. കാറ്റ് എന്ത് ചെയ്യാണ്, കാലികമായിട്ട് റിപ്പീറ്റ് ആയിട്ട് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കാലികവാദങ്ങൾ പീരിയോഡിക് വിൻസ് എന്ന് വിളിക്കുന്നത് നമ്മൾ അതിനെയാണ് മൺസൂൺ വിൻഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിശാമാറ്റം കൊണ്ടാണ് മൺസൂൺ എന്ന് തന്നെ നമ്മൾ വിളിക്കാൻ കാരണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് അർത്ഥമാക്കുന്ന തരത്തിൽ തന്നെയാണോ മൺസൂൺ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദിശാവ്യതിയാനം ഉണ്ടാകുന്നുള്ളത് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അതെങ്ങനെയാണ് മൺസൂൺ ഉണ്ടാവുന്നത് അല്ലെ, എവിടെയാണ് ന്യൂനമർദ്ദം അല്ലെങ്കിൽ എവിടെയാണ് ലോ പ്രഷർ, എവിടെയാണ് ഹൈ പ്രഷർ, എവിടെയാണ് ഉച്ചമർദ്ദം എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങോട്ടാണ് കാറ്റ് പോകുന്നത്, കടലിൽ നിന്ന് കരയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, മോശ കണ്ടന്റ് ഉള്ളത് കൊണ്ട് അവിടെയൊക്കെ മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, തിരിച്ചും അല്ലേ റിട്രീറ്റിംഗ് മൺസൂൺ എന്ന രീതിയിലുള്ള മൺസൂണുകളെ കുറിച്ച് 2 മൺസൂണിനെ കുറിച്ച് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് എഴുതുക കേട്ടോ. അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമുക്കത് ബാലൻസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ദിശാവ്യതിയാനം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമുക്കത് എഴുതി വെക്കണം. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വഴിയിൽ വ്യത്യാസം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ടല്ലോ, എന്താ പറയുക, ഒരേ രീതിയിൽ ഒരേ സമയത്ത് ഒരേ പാറ്റേണിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കത് എഴുതി വെക്കണതുണ്ട് കേട്ടോ. അതിലല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാനുള്ള ക്വസ്റ്റ്യൻ എന്താ, ഭൂമുഖത്തെ സസ്യജന്തു ജാലങ്ങളിലെ മനുഷ്യ ജീവിതത്തിലും വൈവിധ്യം തീർക്കുന്നതിൽ അതതു പ്രദേശത്തെ കാലാവസ്ഥ സാഹചര്യങ്ങൾ നിർണായകമാണ്. പ്രസ്താവന സാധൂകരിക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ കോമൺ ആയിട്ട് എഴുതാൻ പറ്റൊരു സാധനം തന്നെ കേട്ടോ. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. അതായത് കാലാവസ്ഥ എന്ന് പറയുന്ന സാധനം എങ്ങനെയൊക്കെ മനുഷ്യ ജീവിതത്തിനെ, ഇവിടുത്തെ ജീവജാലങ്ങളൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഭൂമിയിൽ മൊത്തം ഈ എർത്തിൽ എങ്ങനെയാണ് ഈ കാലാവസ്ഥ സ്വാധീനിക്കുന്നത്, സംസ്കാരത്തെ, വസ്ത്രത്തെ, ഭക്ഷണത്തെ അല്ലെ, നമ്മുടെ ഓരോ ജീവിത ശൈലിയെ, ഇതിലൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, നമ്മുടെ ആരോഗ്യത്തെ, ഇതൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, നമ്മുടെ വർണ്ണം, നമ്മുടെ വംശം, ഇതിനൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് കൃത്യമായിട്ട് എഴുതി വെക്കണം. ഓക്കെ, അടുത്തൊരു മാപ്പാണ്. സത്യത്തിൽ മാപ്പ് അടയാള
അടയാളപ്പെടുത്താനായിട്ടല്ല നിങ്ങളോട് ചോദിക്കുക, മാപ്പിൽ പോയിന്റ്സുകൾ ഇട്ടിട്ട് ഈ പറയുന്ന ABCD എവിടെയാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും നിങ്ങളോട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുക അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചോദിക്കുക, അല്ലാണ്ട് മാപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ടാവില്ല, ചിലപ്പം മാപ്പിലായിട്ട് അടയാളപ്പെടുത്താൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇത് മാപ്പ് എന്തായാലും വരുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, അത് സെക്കൻഡ് ചാപ്റ്ററിനേ വരും. ഒന്നെങ്കിൽ ഉഷ്ണ മരുഭൂമി ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും പുൽമേടുകളായിരിക്കും. പ്രഡിക്ഷൻ പോലെ തന്നെ കൂട്ടിക്കോ നിങ്ങൾ, ഈ രണ്ടെണ്ണത്തിലായിരിക്കും എന്ത് ചെയ്യുക ചോദിക്കുക കേട്ടോ. അപ്പം ഇത് രണ്ടും എന്ത് ചെയ്യുക, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉഷ്ണ മരുഭൂമികളോ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, അതിന് മാപ്പ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് രണ്ടിലായിരിക്കും ചോദിക്കുക. പ്ലസ് നിങ്ങൾ എന്തും കൂടെ നോക്കി വെക്കുക, സാവനെയും കൂടി നോക്കി വെച്ചോ, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖല തന്നെയാണ്. അപ്പം ഈ മാപ്പുകൾ, അതിൽ നിന്നാണ് മാപ്പുകൾ നിങ്ങളോട് ചോദിക്കും കേട്ടോ. അപ്പം മാപ്പുകൾ എവിടെയാണെന്നുള്ള കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെക്കുക. അപ്പോൾ സഹാറ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ ആഫ്രിക്കയുടെ ഈ ഭാഗത്താണ് സഹാറ. കലഹാരി ആണെങ്കിൽ എവിടെയാണ്, ഇവിടെയാണ് കലഹാരി. അറ്റക്കാമ ഞാൻ പറഞ്ഞല്ലോ ഈ അറ്റത്തുള്ളതാണ് അറ്റക്കാമ. അറേബ്യൻ മരുഭൂമി ഈ പ്രദേശമാണ് അറേബ്യൻ മരുഭൂമി. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടാവുന്നതാണ് കേട്ടോ. അടുത്ത് നോക്കാം, സാമാന്യ ബോധം. ഞാൻ അതിൻ്റെ പരിമിതികൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുള്ളത്. അത് പരിമിതി എന്ന് പറയുമ്പോൾ മക്കൾക്ക് അറിയാലോ, അത് കറക്റ്റായിട്ട് എന്തല്ല ഡെപ്തിലല്ല, മേലക്കൂടെ മാത്രം ഉപരിതലത്തിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുകയാണ് അതിനെക്കുറിച്ച് പഠിച്ചു പോവുകയാണ്. അത് പലപ്പോഴും എന്താണ് വ്യക്തിപരമായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യൂ പോയിന്റുകളാണ് കൂടുതലായിട്ട് അത് വരുന്നത്. അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന കുറേ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിലേക്ക് പകരുന്നത് അല്ലേ. അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. അതൊക്കെയാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഇനി നവോത്ഥാനം യൂറോപ്പിലെ മതരംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ വിലയിരുത്തുക. റിലീജിയസ് ആയിട്ട് ഉണ്ടാക്കിയുള്ള മാറ്റങ്ങൾ, ചേഞ്ചസ് എന്തൊക്കെയാണ്, റിനൈസൻസ് കൊണ്ടുവരുള്ള പുതിയ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് തുടങ്ങാം, നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് റിഫോർമേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഓക്കെ, മതങ്ങളിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ചിത്രകലയിൽ കൊണ്ടുവന്നുള്ള മാറ്റങ്ങൾ, അതായത് മതപരമായുള്ള ഐഡിയോളജിയിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഗോഡ് സെൻട്രിക് എന്ന രൂപമൊക്കെ മാറിക്കൊണ്ട് ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് മാറുക എന്നതിൽ നിന്ന് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഫോർമേഷൻ വരെ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്കതിൽ പോയിന്റ്സുകൾ എഴുതി വെക്കാൻ പറ്റും കേട്ടോ. അത്രയും അതിന് ഒരു വ്യാപ്തിയുള്ളൊരു ചോദ്യമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. അജയ് എന്ത് ചെയ്യാണ്, വീണ്ടും ഒരു കഥ വരികയാണ് കേട്ടോ. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കൺസ്യൂമർ റൈറ്റ്സ്, അതുപോലെ തന്നെ സോഷ്യോളജിക് ഇമാജിനേഷൻ, സമൂഹശാസ്ത്ര സങ്കല്പം, ഈ 2 ചാപ്റ്ററുകൾ ഉണ്ടല്ലോ. ഈ 2 ചാപ്റ്ററുകളിൽ നിന്നും ഇതുപോലെയുള്ള ചില സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോറി വൈസ് തന്നിട്ടാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അതൊരു പ്രൊഡിക്ഷൻ ആയിട്ട് തന്നെ കൂട്ടിക്കോ. പ്രൊഡിക്ഷൻ ഒന്നല്ല സംഭവം, ഇത് ഞാൻ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ സ്റ്റോറി വൈസ് തന്നിട്ടാണ് എന്ത് ചെയ്യുക നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അജയ് എന്ത് ചെയ്യാണ്, തുണിക്കടയിൽ നിന്ന് ഉപയോഗത്തിനായി 2 ഷർട്ടുകൾ അങ്ങ് വാങ്ങി. അങ്ങനെ വസ്ത്രത്തിൽ നിർദ്ദേശിച്ച പ്രകാരം അയാൾ ഉപയോഗിച്ചപ്പോൾ അടുത്ത ആഴ്ച തന്നെ കേടുപാടുകൾ സംഭവിച്ചു. ഈ സംഭവത്തിൽ അജയ് എന്ത് ചെയ്യാണ്, പരിഹാരത്തിന് ആരെയാണ് സമീപിക്കേണ്ടത്, അജയൻ എന്തൊക്കെ അവകാശങ്ങൾ നിക്ഷേപിക്കട്ടെ. ഒന്നാമത് അയാൾ എന്താണ്, ഒരു കൺസ്യൂമറാണ്. അദ്ദേഹം ഈ ഷർട്ട് വാങ്ങിയ ഒരു സമയത്ത് അയാൾക്ക് നല്ല സാധനങ്ങൾക്ക് അല്ലേ, സാധനം കിട്ടാനുള്ള അവകാശം, ചൂസ് ചെയ്യാനുള്ള അവകാശം, അങ്ങനെയുള്ള എല്ലാ അവകാശങ്ങളുണ്ട്. നല്ല അയാളുടെ അതിൽ നിന്ന് പ്രൊട്ടക്ഷനുള്ള അവകാശം അല്ലേ, അയാൾ വാങ്ങിയ സാധനത്തിന് പ്രൊട്ടക്ഷനുള്ള അവകാശം, ഇങ്ങനെയുള്ള കുറേ സാധനമുണ്ട്. ഈ അവകാശങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാൾ എങ്ങോട്ടേക്കാണ് പോകേണ്ട, അപ്പോൾ കൺസ്യൂമർ കോർട്ടിലേക്ക് തന്നെ അയാൾക്ക് പോകാം അല്ലേ, നേരിട്ട് ഒന്നെങ്കിൽ പോലീസ് പരാതിപ്പെടാം. പോലീസ് പരാതിപ്പെടുന്നതിനേക്കാളും നമ്മൾ എന്താ ചൂസ് ചെയ്യുക, നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ പോവുക എന്നുള്ളതാണ് ഏറ്റവും ചൂസ് ചെയ്യേണ്ട കാര്യം അല്ലേ. എന്ത് ചെയ്യുക, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അയാൾ വാങ്ങിയ ബില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു വെള്ള പേപ്പറിൽ എന്ത് ചെയ്യുക, എഴുതിയിട്ട് കൊടുക്കുക എന്നുള്ള മാത്രമേ അവിടുത്തെ ഒരു പ്രശ്നമായിട്ടുള്ളൂ അല്ലെ, ഒരു മാർഗ്ഗമായിട്ട് നമുക്ക് കാണേണ്ടതുള്ളൂ അല്ലേ. അതാണ് അതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത്. അത് ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഇനി എന്താ, ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിന്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് നടപ്പിലെ പരിഷ്കാരങ്ങൾ ഏതെങ്കിലും 4 എഴുതുക. റൈറ്റ് ആൻഡ് 4 റിഫോംസ് ഇൻട്രൊഡ്യൂസ് ബൈ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ഇൻ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫീൽഡ്സ്. എന്തൊക്കെയാ, ഏകീകൃതമായിട്ടുള്ള ഭരണഘടന, യൂണിറ്ററി ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ള നമ്മൾ പറയേണ്ട കാര്യം. രണ്ടാമതായിട്ട് ഒരു കടലാസ് കറൻസിയോ കൊണ്ടുവന്നിട്ടുണ്ട്, അസൈനാറ്റ് എന്നൊക്കെ പറഞ്ഞ് കടലാസ് കറൻസിയോ കൊണ്ടുവന്നിട്ട് അതിന് മതമേധാവികളുടെ ഒക്കെ അല്ലെ, റിലീജിയസ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ സ്വത്തുകളൊക്കെ എന്ത് ചെയ്തു, അവർ കണ്ടുകെട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ. മത സഹിഷ്ണുത, റിലീജിയസ് ടോളറൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നിർബന്ധമാക്കി. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അല്ലേ. അതൊക്കെ എഴുതി കൊടുത്താൽ മതി. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത അവസാനത്തെ ഒരു ഭാഗമാണ് എസ്എ ക്വസ്റ്റ്യൻ. എസ്എ ക്വസ്റ്റ്യൻ നോക്കുക. ഇതാ രണ്ട് ക്വസ്റ്റ്യൻ ആണ് എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ. പക്ഷെ 4 ക്വസ്റ്റ്യൻ ഇവിടെ കാണും. ഓർ ക്വസ്റ്റ്യൻ ആണ് 2 ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് എന്താ ചോദിച്ചാൽ, ഫ്രഞ്ച് റവല്യൂഷന് അവിടുത്തെ മിഡിൽ ക്ലാസിന്റെ ഉയർച്ചയും അതിന്റെ വളർച്ചയ്ക്കും എത്രത്തോളം കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മിഡിൽ ക്ലാസ് വളർന്നതും അതുപോലെ തന്നെ അവരുടെ ഉയർച്ചയൊക്കെ എത്രത്തോളമാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത് എന്ന് എഴുതണം. അപ്പോൾ അതിന് ഒറ്റ കാര്യമുള്ളൂ, അതായത്
മിഡിൽ ക്ലാസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഫ്രഞ്ച് റവല്യൂഷൻ മുന്നോട്ട് കൊണ്ടുവരുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയായിരുന്നു റൈറ്റ്സിനെ കുറിച്ച്, അവകാശങ്ങളെ കുറിച്ച് അവർക്ക് അറിയായിരുന്നു. കാരണം അവർ വായിക്കുകയായിരുന്നു, അവർ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, അവർക്ക് കുറച്ചുകൂടി കാശുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി വിശദമായിട്ട് ഫ്രഞ്ച് റവല്യൂഷനെ തന്നെ ബന്ധപ്പെടുത്തി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താൻ പറ്റും, അതൊരു എസ്സി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. അടുത്ത് നോക്കുക, നവോത്ഥാനം ആധുനിക ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. നമ്മളെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ സയൻസും പ്ലസ് എന്തും എഴുതുക നിങ്ങൾ, ജ്യോതിശാസ്ത്ര രംഗത്തുണ്ടായ അടിസ്ഥാനപരമായ മാറ്റങ്ങളെ കുറിച്ച് പ്രതിപാദിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പറഞ്ഞുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് ആസ്ട്രോണമിയെ കുറിച്ചും കൂടെ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വിശദീകരിക്കാം. അപ്പോൾ സയൻസിൽ തുടങ്ങി നിങ്ങൾക്ക് എവിടും തുടങ്ങാം. നിങ്ങൾക്ക് മറ്റേ കെപ്ലറൊക്കെ തുടങ്ങിയിട്ട് കെപ്ലറും ഐസക് ന്യൂട്ടനും വരെ നിങ്ങൾക്ക് എഴുതാം അല്ലേ, ഐസക് ന്യൂട്ടനും വരെ എഴുതാം. അതിൻ്റെ ഇടയിൽ വരുന്ന നമ്മുടെ ഗലീലിയോ അല്ലേ, ഗലീലിയോ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട്, ഐസക് ന്യൂട്ടൻ വരുന്നുണ്ട്. അതിനു മുമ്പേ കറക്റ്റായിട്ട് ഈ സൂര്യനാണ് കേന്ദ്രം എന്ന് ടോളമി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ആര് വരുന്നുണ്ട്, കെപ്ലർ വരുന്നുണ്ട് അല്ലേ, കെപ്ലർ പിന്നീട് വരുന്നുണ്ട്. അങ്ങനെ കുറേ ആളുകളുടെ കുറേ പരിശ്രമങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ അല്ലേ. അവസാനം ഭൂമി എന്താണ് സൂര്യനാണ് കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗലീലിയോ അതിനൊരു തെളിവ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം, നല്ല നോട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അതേ ഓർഡറിൽ തന്നെ കൃത്യമായിട്ട് എഴുതി വെക്കുക. അതിൻ്റെ ആ സിസ്റ്റം, ആ സയൻസ് എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ച ശാസ്ത്രപരമായിട്ടുള്ള വളർച്ച, സയൻറ്റിഫിക് ആയിട്ടുള്ള ഗ്രോത്ത് എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള കാര്യം കൃത്യമായിട്ട് എഴുതാൻ പറ്റും കേട്ടോ, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്താ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ദ ഫാക്ടേഴ്സ് എന്നാണ്, ഒന്നുമില്ല നമ്മുടെ ലാറ്റിറ്റ്യൂഡ് അല്ലെ, ലാറ്റിറ്റ്യൂഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൾട്ടിറ്റ്യൂഡ് പഠിച്ചിട്ടുണ്ട് അല്ലെ, എന്താ പറയുക ഉയരം, അതുപോലെ തന്നെ അക്ഷാംശം പഠിച്ചിട്ടുണ്ട്. പിന്നെന്താ, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പിന്നെ കരയും കടലും എന്താണ് വ്യത്യസ്ത തരത്തിൽ ചൂടാവുന്നത്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി കൊടുക്കുക. അതൊക്കെയാണ് അവിടെ വേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ റിലീഫ് അതൊക്കെയാണ് അവിടെ വരുന്നത്, ഭൂപ്രകൃതി അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെന്താ, മെഡിറ്ററേനിയൻ മേഖലയുടെ സവിശേഷ സൂചന അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുക. അപ്പോൾ താപനിലയും വാർഷികവും അതൊക്കെ എഴുതണം. അവിടെ ശീതമഴയാണുള്ളത് അല്ലേ, അതായത് ശൈത്യകാല മഴയാണുള്ളത്, അത് വിൻ്റർ സീസണിലുള്ള റെയിൻഫാൾ ആണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ കൃത്യം എഴുതുക. അത് അവിടെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ അവിടെ സസ്യജാലം എന്നൊക്കെ പറഞ്ഞ കുറേ കൂടി പഴവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അവിടെ വലിയ വലിയ മരങ്ങളൊന്നും അധികം ഉണ്ടാവാറില്ല, കോണിഫറസ് മരങ്ങൾ കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ എന്താണ്, ഏറ്റവും കൂടുതൽ കൃഷി എന്ന് പറയുന്ന പഴവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെയാണ്. സിട്രസ് പഴങ്ങളൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈൻ ഉൽപ്പാദനമാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മോഡൽ എക്സാമിൻ്റെ പ്രധാനപ്പെട്ട മേഖലകൾ. മക്കൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്തൊന്ന് പഠിക്കുക. നമ്മൾ ഇതുമായിട്ട് തന്നെയാണ്, ഇതിൻ്റെ ഏകദേശ രൂപങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രഡിക്ഷൻ ആയിട്ട് വരുന്നത് ലൈവിൽ. അപ്പോൾ കൃത്യമായിട്ട് ലൈവിലും കൂടെ പങ്കെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്തായാലും എന്ത് ചെയ്യുക, ലൈവിൽ പങ്കെടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പ്രഡിക്ഷൻ ലൈവായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടിട്ട് നമുക്ക് നാളെ പോയിട്ട് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, എക്സാം പോയിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ എന്താ, നമുക്കിനി ലൈവിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ.